സയ്യിദുനാ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സഹാബിയെ തീർത്തു പറയാൻ ഈ മജ്ലിസിൽ നമുക്ക് സമയമില്ല. അതിനൊരു 15 or 20 ദിവസമൊക്കെ ഉണ്ടായാലേ ഓരോ സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും പറഞ്ഞു തീർക്കാൻ കഴിയൂ. ഇത് ഒരു ഓട്ട പ്രദക്ഷിണത്തിനുള്ള സമയമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം നാളെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രപഞ്ചത്തിലെ ഓരോ കണികകളുമായുള്ള പ്രേമം ജിന്നുകളോട് ചോദിക്കുക, നിങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങളെ അറിയോ? നാളെ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. ആകാശത്തോട് ചോദിക്കുക, റസൂലുള്ളാഹി തങ്ങളെ അറിയുമോ? നാളെ ആകാശം സംസാരിക്കും. ചന്ദ്രനും സൂര്യനും നക്ഷത്രവും ഭൂമിയും അന്തരീക്ഷവും എല്ലാം നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ ഹാജരായിരിക്കും. നാളെ വെള്ളിയാഴ്ച രാവ് കൂടിയാണ്. എല്ലാ ചരാചരങ്ങളും സംസാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിയുമോ ഇല്ലേ? അതുകൊണ്ട് സ്വഹാബികളുടെ അധ്യായം ഇന്നിവിടെ ചുരുക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു അൻ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുമാ, ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ബദർ യുദ്ധത്തിന്റെ ദിവസം വിളിക്കുകയാണ്. ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർണായകമായ ഇസ്ലാമിലെ ആദ്യത്തെ സമരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഉറക്കൊഴിഞ്ഞ് ദുആ ചെയ്ത രാത്രിയിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വിളിക്കുന്നു, യാ നബി അല്ലാഹ്, അല്ലയോ ഹബീബായ നബിയേ, അലാ നബ്നി ലക അരീശൻ تكون فيه ونعد عندك ركائبك ثم نلقى عدونا. അല്ലയോ ഹബീബായ നബിയേ, തങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു ചെറിയ കൂരയുണ്ടാക്കി തരട്ടെ നബിയേ. എന്നിട്ട് അവിടുത്തെ വാഹനങ്ങൾ അതിന്റെ അടുത്ത് നിർത്തട്ടെ നബിയേ. എന്നിട്ട് ഞങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടട്ടെ നബിയേ. فإن أعزنا الله وأظهرنا على عدونا كان ذلك ما أحببنا. അല്ലയോ ഹബീബായ നബിയേ, ഞങ്ങൾ എന്നിട്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്ത് വിജയം വരിച്ച് ഇസ്ലാമിന്റെ വിരോധികൾ പരാജയപ്പെട്ടാൽ അതാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. വഇൻ കാനൽ ഉഖ്റാ, ഒരുപക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്ക് പരാജയമാണെങ്കിൽ, ജലസ്ത അലാ റകായിബിക, തങ്ങളെ വാഹനത്തിന്റെ മുകളിൽ കയറണം. ഫലഹത്ത ബിമൻ വറാഅനാ മിൻ ഖൗമിനാ, നമ്മുടെ പിന്നിലുള്ള ജനങ്ങളിലേക്ക് തങ്ങൾ പോയി ചേരണം നബിയേ. فقد تخلف عنك أقوام ما نحن بأشد حبا لك منهم يا رسول الله. അല്ലയോ ഹബീബായ നബിയേ, ഇന്ന് ഈ രണാങ്കണത്തിലേക്ക് തങ്ങളോടൊപ്പം വന്ന ഞങ്ങളെക്കാളും തങ്ങളെ പ്രേമിക്കുന്നവരാണ് ഇതിന്റെ പിന്നിൽ മദീനയിലുള്ളവർ. അതുകൊണ്ട് ഹബീബായ നബിയേ, ഞങ്ങളെങ്ങാനും പരാജയത്തിന്റെ രുചിയെറിഞ്ഞ് ഷഹീദായി രണാങ്കണത്തിൽ വീണാൽ ഞങ്ങളുടെ ചാരത്തേക്ക് ചേർന്ന് നിൽക്കല്ലേ നബിയേ. കാരണം അവിടത്തേക്ക് മുറിവ് പറ്റിപ്പോകും. അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഹബീബായ നബിയേ, തങ്ങൾ അവിടുന്ന് ഞങ്ങളെല്ലാവരും അരിഞ്ഞു വീഴുന്നത് വരെയാണ് ഈ രണാങ്കണത്തിൽ തങ്ങൾ സന്നിഹിതരാകുന്നതെങ്കിൽ, ജലസ്ത അലാ റകായിബിക ഫലഹിത്ത ബിമൻ വറാഅനാ, തങ്ങൾ ഞങ്ങളുടെ പിന്നിലുള്ളവരിലേക്ക് പോയി ചേരണം. അവര് ഞങ്ങളെക്കാളും തങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ് നബിയെ. അല്ലാതെ ഒരിക്കലും തങ്ങളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല അവർ വരാതിരുന്നത്. ഫലൗ ظنوا أنك تلقى حربا ما تخلفوا عنك. നബിയെ, തങ്ങൾക്ക് നേരെയാണ് ആയുധങ്ങൾ അടുക്കുന്നത്, ശത്രുക്കൾ വാളുയർത്തുന്നത് എന്ന് ആ പിന്നിലുള്ള ആരെങ്കിലും അറിഞ്ഞാൽ മാ തഖല്ലഫു അൻക യാ റസൂൽ